ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മളെ കഥ നിവിൻ പോളിൻ്റെയും ധ്യാൻ്റെയും മഞ്ജുപിള്ളിയൊക്കെ അഭിനയിച്ച മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഈ പേര് ഞാൻ കേൾക്കുന്നത്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ. പിന്നെ നല്ല ചളി കോമഡി സിനിമയായിരുന്നേ, തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാണാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവസാനം അത് ഞാൻ മാത്രമേ കേട്ടോ കണ്ടു തീർത്തത്. നാട്ടിൽ തേരാപ്പാര നടക്കുന്ന ആൺപിള്ളേരുടെ കഥ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കഥയിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നാട്ടിൽ എത്തുന്ന ചില പ്രശ്നങ്ങൾ കാരണം ധ്യാൻ ശ്രീനിവാസന് ഹോസ്പിറ്റലാവുകയും നിവിൻ പോളിക്ക് അവിടുന്ന് നാട് വിടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ നിവിൻ പോളി എത്തുന്നത് ദുബായിലാണ്. അങ്ങനെ പാകിസ്ഥാനികളോട് എതിർപ്പായിരുന്ന നിവിൻ പോളിക്ക് ഒരു പാകിസ്ഥാനിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം അയാളൊരു മോശമായിട്ടുള്ള ആളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് അയാളെ കഥയും കാര്യമൊക്കെ കേൾക്കുമ്പോൾ അയാൾ നല്ല ആളാണെന്ന് മനസ്സിലായി. 3.5 വർഷത്തിന് ശേഷം അങ്ങനെ അയാൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് കൊറോണയും കാര്യങ്ങളൊക്കെ കാരണം അവരവിടെ ഇതായി. പിന്നെ അങ്ങനെ അയാൾ നാട്ടിലേക്ക് പോകാൻ നേരം അയാൾക്ക് അറ്റാക്ക് വന്ന് മരിക്കുന്നതും, അങ്ങനെ അയാൾക്ക് പകരം അയാൾ നാട്ടിലേക്ക് നിവിൻ പോളി പോകുന്നതും ഫാമിലീനെ കാണുന്നതും ആ ഫാമിലിയിലുള്ള ആ കുട്ടി നല്ല നിലയിലെത്തുന്നതായിരുന്നു കഥ.